മാസം കൊണ്ട് ഷുഗറും കൊളസ്ട്രോളും ഫാറ്റി ലിവറും കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. ചുമ്മാ അങ്ങ് പറയല്ല കേട്ടോ, ഞാൻ എൻ്റെ സ്വന്തം അനുഭവമാണ് പറയുന്നത്. 2025 ജനുവരി 13 ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ HbA1c 10.2 ആയിരുന്നു. അതായത് പലപ്പോഴും ഷുഗർ 300-നും 350-നും മേലെ പോയിട്ടുണ്ടായിരുന്നു. ഷുഗർ മാത്രമല്ല, കൊളസ്ട്രോളും ഫാറ്റി ലിവറും ഒക്കെ കൂടുതലായിരുന്നു. എന്നാൽ 2025 ഏപ്രിൽ 16 ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഷുഗർ HbA1c 6.2 ആയിരുന്നു. ഫാസ്റ്റിംഗ് ഷുഗർ 70. വെറും 3 മാസം കൊണ്ടാണ് ഞാൻ എൻ്റെ ഷുഗർ കൺട്രോളിൽ കൊണ്ടുവന്നത്. ഷുഗർ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോളും ഫാറ്റി ലിവറും എല്ലാം കൊണ്ടുവന്ന് ഞാൻ ഒരുവിധം ഹെൽത്ത് വൈസ് ഓക്കെ ആയി. ഒപ്പം ബോണസായിട്ട് കുറച്ച് വെയിറ്റ് ലോസും. എൻ്റെ ആ ഒരു ജേണിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, നിങ്ങളുടെ സപ്പോർട്ടും വേണം. അപ്പം നമുക്ക് നേരെ ആ ജേണിയിലേക്ക് പോവാം അല്ലേ. ഇപ്പം സമയം രാവിലെ 7 മണി കഴിഞ്ഞു. ഇന്നലെ ചുമ കാരണം കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. പിന്നെ വെക്കേഷനല്ലേ, കുട്ടികൾക്ക് സ്കൂളും ഇല്ല. അവർക്ക് സ്കൂളുണ്ടെങ്കിൽ 5 മണി 5:30 ഞാൻ എണീക്കാറുണ്ട്. പിന്നെ പരമാവധി ഇതിലാദ്യത്തെ ഒരു പരമാവധി 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കുട്ടികൾക്ക് സ്കൂളുള്ള സമയമാണെങ്കിൽ ഒരു 9:30-10 കിടക്കാൻ ശ്രമിച്ചിട്ട് രാവിലെ 5-5:30 എന്തായാലും എഴുന്നേൽക്കണം. അവർക്ക് 7 മണിക്ക് സ്കൂളിൽ പോകണം. 7:30 അവരുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 മണിക്ക് സ്കൂൾ ബസ് വരും. അപ്പോൾ നമ്മൾ ഒരു 5-5:30 എണീറ്റാലാണ് എല്ലാ കാര്യങ്ങളും അവർക്കുള്ളത് റെഡിയാക്കിയിട്ട് അവരെ സ്കൂളിലേക്ക് വിടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വേണ്ടി ടൈം നീക്കി വയ്ക്കാൻ പറ്റുള്ളൂ. ചില ദിവസം ഉറക്കം വരാത്തതുകൊണ്ട് 4 മണിക്കൊക്കെ എണീക്കാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ നടക്കാൻ പോയിട്ട് പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ആയിരിക്കും പിന്നെയുള്ള അവരെ റെഡിയാക്കി വിടലും ഒക്കെ ആവാറുണ്ട്. രാവിലെ ഫ്രഷായി വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ കാര്യം കുട്ടികൾക്കുള്ള ബൂസ്റ്റ്, പിന്നെ എനിക്ക് പഞ്ചസാര ഇടാതുള്ള കാപ്പി, അതാണ് ആദ്യത്തെ കാര്യം. ഞാൻ ആ കാപ്പി കുടിച്ചിട്ടാണ്, അതിൽ കുറച്ചൊരു കപ്പ് കുടിച്ചിട്ടാണ് ഞാൻ നടക്കാൻ പോകാറുള്ളത്. പലരും പറയും കാപ്പി കുടിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പഞ്ചസാര പരമാവധി അവോയ്ഡ് ചെയ്യാറുണ്ട്, പരമാവധി കഴിക്കാറില്ല. രാവിലെ പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്നത് ശരിയല്ല, അങ്ങനെയാണ്. പക്ഷേ ബ്ലാക്ക് കോഫി കുടിക്കാൻ പറ്റിയാൽ അത് നല്ലതാണ്. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്ത്, എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ ഞാൻ കാപ്പി കുടിച്ച് ശീലമായിട്ട് പഞ്ചസാര അവോയ്ഡ് ചെയ്തുള്ള ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ടാണ് ഞാൻ വാക്കിങ്ങിന് പോകാറുള്ളത്. അതെല്ലാം നിങ്ങൾക്ക് റോബസ്റ്റ പഴമോ അതൊക്കെ നിങ്ങൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഡയറ്റീഷ്യനോട് ചോദിച്ചിട്ട് ചെയ്യാം. പക്ഷേ എനിക്കിതുകൊണ്ട് ഇങ്ങനെ ഒരു പഞ്ചസാര ഇടാതെ കാപ്പി കുടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം നമുക്ക് നടക്കാൻ ഇറങ്ങിയാലോ. ക്യാപ്പ് ഉണ്ട്, കുറച്ച് ലേറ്റായി. ചെന്നൈയിൽ നല്ല വെയിലാണ്, കത്തിരിയാണ്. അപ്പോൾ എനിക്ക് മൈഗ്രെയിനും സൈനസൊക്കെ ഉള്ളത് കൊണ്ട് ക്യാപ്പ് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും, നല്ല തലവേദന വരും. അതുകൊണ്ട് അങ്ങനെ ലേറ്റ് ആവുകയെന്ന് വെച്ചാൽ ഞാൻ ക്യാപ്പ് വെച്ചിട്ടാണ് നടക്കാറുള്ളത്. പിന്നെ ഞാൻ പരമാവധി ഒരു 10,000 സ്റ്റെപ്സ് നടക്കാൻ ശ്രമിക്കാറുണ്ട് ദിവസവും. അത് ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ 10,000 പറ്റില്ല. അതിൽ നമ്മൾ ആദ്യം തുടക്കം ഒരു 1000-2000 ഒക്കെ വെച്ച് നോക്കുക. എന്നിട്ട് പതിയെ നമുക്ക് 10,000-ലേക്ക് എത്താൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണല്ലോ. നടക്കുമ്പോഴുള്ള പിന്നെ ഒരു കാര്യം, നമ്മൾ അത്യാവശ്യം സ്പീഡിൽ, ഒരു മീഡിയം സ്പീഡെങ്കിലും വേണം. ഭയങ്കര സ്ലോ ആവരുത്, ഭയങ്കര സ്പീഡിലും ആവരുത്. പിന്നെ രാവിലെ നടക്കുമ്പോഴുള്ള ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല പ്രധാനമായിട്ട് നമുക്കൊരു ദിവസത്തേക്കുള്ള പോസിറ്റീവ് എനർജി കിട്ടും. നമ്മൾ ഇങ്ങനെ ചുറ്റുപാട് നോക്കി എല്ലാം കണ്ട്, നമ്മുടെ ആൾക്കാരെ ആയാലും പക്ഷിമൃഗാദികളെ ആയാലും ഒക്കെ പ്ലാന്റ്സും ഇതൊക്കെ കണ്ട്, നമ്മളിങ്ങനെ ചെടികളൊക്കെ കണ്ട് ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരും. അപ്പോൾ എനിക്കത് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ നടന്നു തുടങ്ങിയതിന് ശേഷം ചുറ്റിലുള്ളത് കാണുമ്പോൾ നമുക്ക് ആ ദിവസം മുഴുവൻ നല്ല പോസിറ്റീവായിട്ട് പോവാൻ, നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടും. നടത്തത്തിൻ്റെ ഇടയിൽ ഞാൻ മസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഇവിടെ വന്ന് വെയിറ്റ് ചെക്ക് ചെയ്യാറുണ്ട്. ദിവസം വെയിറ്റ് ചെക്ക് ചെയ്യണമെന്ന് ചോദിക്കുന്നവരുണ്ടായിരിക്കും.
പക്ഷേ ഞാൻ എന്തെങ്കിലും നമ്മുടെ ഡയറ്റിൽ എന്തെങ്കിലും വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും വരുത്തണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഞങ്ങളുടെ അവിടെ ജിമ്മുണ്ട്, പക്ഷെ ഞാൻ ഇന്നേവരെ ജിമ്മിൽ പോയിട്ടില്ല. ഞാൻ എക്സസൈസ് ചെയ്യുന്ന ജിമ്മിൽ പോയിട്ടല്ല. ആഴ്ചയിൽ 3 ദിവസം ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട്, ഒരു 15-നും 20 മിനിറ്റിന് നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ദിവസം നോക്കിയിട്ട്. നമുക്ക് സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്കെല്ലാം ഇപ്പോഴും ശാരീരിക അസ്വസ്ഥതകൾ വരും. പിന്നെ കുറച്ച് അസുഖമൊക്കെ ആയിട്ട് 3-4 ദിവസമായിട്ട് ഞാൻ നടന്നിരുന്നില്ല. പക്ഷെ എന്നിട്ടും എനിക്ക് ഒട്ടും എൻ്റെ വെയിറ്റ് കൂടിയിരുന്നില്ല. നമ്മുടെ ഉറക്കം, ഡയറ്റ്, മരുന്ന്, ബാക്കി എക്സസൈസ് എല്ലാം നമ്മൾ കൃത്യമായി ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കുറച്ച് ദിവസം ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, എക്സസൈസ് ചെയ്യാതിരുന്നാലും ഒന്നും നമ്മൾ പെട്ടെന്ന് വെയിറ്റ് കൂടില്ല. നടത്തം കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം, ന്യൂസ് പേപ്പർ വായിക്കണം. ന്യൂസ് പേപ്പർ ഇവിടെ കുറച്ച് ലേറ്റായിട്ടാണ് വരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ രാജേഷ് ഉച്ചയ്ക്ക് ഓഫീസിൽ പോകുള്ളൂ. അപ്പോൾ അത് കാരണം അത്ര അങ്ങോട്ട് ധൃതി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ കുട്ടികൾ എഴുന്നേറ്റുള്ളവർ എഴുന്നേൽക്കുന്നുള്ള വെക്കേഷനല്ല, അല്ലെങ്കിൽ അവർ 6 മണിക്ക് എഴുന്നേൽക്കണവർക്കല്ല ഹൗസ് സ്കൂളിലുള്ളപ്പോൾ. ഇപ്പോൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. ഇപ്പോൾ രാവിലെ 10 മണിയായിരുന്നു, കുറച്ച് ലേറ്റായി. സാധാരണ ഞാൻ 9-9:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളതാണ്. ഇത് റാഗി ദോശയാണ്, 2 എണ്ണം ഉണ്ട്. 2 റാഗി ദോശയും കടലയും പിന്നെ കുറച്ച് ബ്ലാക്ക് കോഫി. പഞ്ചസാര ഇടാത്തതാണ് ഇതും. നമുക്ക് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, പിന്നെ ഇതൊക്കെ ശീലമാവും. കാബൂളി ചനയാണ്, മറ്റേ ബ്രൗൺ ചനയും നല്ലതാണ്, ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. 2 കടല കഴിക്കുന്നത്, അത് പ്രോട്ടീനും ആണതാണ്. അപ്പോൾ അത് റാഗി ആയാലും നല്ലതാണ്. റാഗി ദോശയും പിന്നെ ബ്ലാക്ക് കോഫി. ആക്ച്വലി ഞാൻ 9-9:30 ഭക്ഷണം കഴിക്കാറുള്ളത്. അപ്പോൾ ഒരു 11, അതിൻ്റെ ഒരു ഗ്യാപ്പ് ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എക്സസൈസ് ചെയ്യാറുള്ളത്. അപ്പോൾ ചിലരൊക്കെ രാവിലെ എക്സസൈസ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ എനിക്കത് സ്വാഭാവികമായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ട് എനിക്ക് അത് ബുദ്ധിമുട്ടാണ് ആവാറുള്ളത്. അപ്പം ഞാൻ ചെയ്യാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ 1.5 അല്ലെങ്കിൽ 2 hours കഴിഞ്ഞിട്ട് ആണ് ഞാൻ വർക്കൗട്ട് ചെയ്യാറുള്ളത്. അതും ആഴ്ചയിൽ 3-4 ദിവസം, മിനിമം 3 ദിവസം ചെയ്യാറുണ്ട്, 15 to 20 മിനിറ്റ്സ്. ഇതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ എനിക്ക് ബേസിക് ഇതുകൾ പലതും വർക്കൗട്ടൊക്കെ അറിയാം, ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആരുടെയും ട്രെയിനറുടെ അടുത്ത് പോയിട്ടില്ല. ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ തരാം. ഞാൻ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, വെള്ളം ഒരു മിനിമം 3-4 ലിറ്റർ കുടിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വെള്ളം എത്ര കുടിച്ചാലും നല്ലതാണ്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഈ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതാണ്, കപ്പലണ്ടി എല്ലാം കുറച്ച് കഴിക്കാൻ പാടുള്ളൂ. നട്ട്സ് എന്തെങ്കിലും വിശക്കുമ്പോൾ കഴിക്കാം. മാമ്പഴവും പഴവും ബിഗ് നോ ആണ്. മാമ്പഴം, പഴം, ചക്ക പഴുത്തത്. പക്ഷേ വല്ലപ്പോഴും ഇപ്പോൾ സീസണാണ്, നമ്മളൊക്കെ മനുഷ്യരാണ്, വല്ലപ്പോഴും കഴിക്കാൻ തോന്നിയാൽ കുറച്ച് കഴിക്കുന്നത്. ഞാൻ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ഹസ്ബൻഡിന് ഷുഗറില്ല, അദ്ദേഹം പക്ഷേ അധികം മധുരമൊന്നും കഴിക്കാറില്ല, ഡയറ്റിൽ തന്നെയാണ്. ഇത് പാളയംകുടം പഴമാണ്, അതൊക്കെ അധികം കഴിക്കാതിരിക്കുന്നത് നല്ലത്. ഇതേ പൊമിഗ്രാനൈറ്റ് കഴിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആപ്പിൾ കഴിക്കാം, പിന്നെ ഇതേ പപ്പായ, അത് പിന്നെ എന്താ പറയുക, വാട്ടർമെലൺ. ചില ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ല. നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഒട്ടും കഴിക്കാതിരിക്കരുത്, പക്ഷെ അത് കുറച്ചിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് നല്ലോണം കഴിക്കുക. വെജിറ്റബിൾസിൽ ഏതൊക്കെ കഴിക്കാമെന്ന് നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കാം. പക്ഷേ ഈ കിഴങ്ങുകളൊക്കെ, ഇപ്പോൾ ഉരുളക്കിഴങ്ങ്, അതൊന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അതേപോലെ എണ്ണയിലുള്ള പലഹാരങ്ങൾ കുറയ്ക്കുക, ബേക്കറി ഐറ്റംസ് കുറയ്ക്കുക, ടിന്നിലുമൊക്കെ വരുന്ന അങ്ങനത്തെ, അതേപോലെ പാക്കറ്റ് ഇതുകളൊക്കെ, അങ്ങനത്തെ പ്രോസസ്ഡ് ഇതുകളൊക്കെ പരമാവധി കുറയ്ക്കുക. പിന്നെ മൈദ അങ്ങനത്തെയൊക്കെ പരമാവധി കുറയ്ക്കുക എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ലഞ്ച് ടൈമായിട്ടോ. ലഞ്ച് ചോറുണ്ട്. ഞാൻ മട്ട റൈസാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. ഇവിടെ നമുക്ക് ഷുഗറുകാർക്ക് ഒത്തിരി നല്ലതാണ്, മട്ട റൈസാണ് നല്ലത്. പിന്നെ അത് മാത്രമല്ല കുട്ടികൾക്കും അതായതുകൊണ്ട് ഞാൻ പൊതുവെ മട്ട റൈസാണ് പ്രിഫർ ചെയ്യാറുള്ളത്. പിന്നെ വെണ്ടയ്ക്ക ചിലപ്പോൾ കുറച്ചും കൂടി എടുക്കും. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി,
പിന്നെ അതേ കൂട്ടാനായിട്ട് പരിപ്പ്, തോരപ്പരിപ്പും കുമ്പളങ്ങയും കൂടി ചേർത്തിട്ട് ഒരു, ഞങ്ങളുടെ നാട്ടിലേക്ക് മുളക് എന്ന് പറയും. അധികം നമ്മളിപ്പോൾ തേങ്ങയൊന്നും ചേർക്കണ്ടല്ലോ, ജസ്റ്റ് പരിപ്പ് ഞാനെപ്പോഴും പരിപ്പ് പയറ് വർഗ്ഗങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇന്നിപ്പോൾ തേഴ്സ്ഡേ, ഇത് ഷൂട്ട് ചെയ്യുന്ന ദിവസം തേഴ്സ്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തേഴ്സ്ഡേ സാറ്റർഡേയും തന്നെ നോൺ വെജ് കഴിക്കാറില്ല. അതല്ലെങ്കിൽ ഒന്നുകിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മുട്ടയോ ബോയിൽഡ് എഗ് ആണെങ്കിൽ നല്ലത്, അല്ലാതെ ഇപ്പോൾ ഓംലേറ്റ് ഒന്നും എനിക്കും വലിയ താല്പര്യമില്ല. പിന്നെ ഹെൽത്തിനും നല്ലത് ബോയിൽഡ് എഗ് ആണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഫിഷ് കറി ആണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ നമ്മൾ ടേസ്റ്റിന് വേണ്ടി എന്ന് വെച്ചാൽ എനിക്ക് കൊളസ്ട്രോളും കൂടുതലായിരുന്നു, അതിപ്പോൾ കൺട്രോളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടും അങ്ങനെ വേണമെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരെണ്ണം ഫ്രൈ ചെയ്തത്, നമ്മളിപ്പോൾ ഇത്രയും കാലമൊക്കെ നല്ലവണ്ണമൊക്കെ കഴിച്ചതാണ്. പിന്നെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരെണ്ണം അങ്ങ് കഴിക്കാം, അല്ലാതെ കൂടുതലും ഫിഷ് കറി അതല്ലെങ്കിൽ എഗ്ഗ് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അതില്ല, പിന്നെ അതുപോലെ തന്നെ പരിപ്പ് പയറ് വർഗ്ഗങ്ങൾ അതിൻ്റെ പരമാവധി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞു തരാം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. പിന്നെ കുറച്ച് തൈര്. പലരും സാലഡൊക്കെ കഴിക്കാറുണ്ടെന്ന് പറയാറുണ്ട് ഉച്ചയ്ക്കൊക്കെ. എനിക്ക് വലിയ താല്പര്യമില്ല സാലഡൊന്നും കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്നവർ കഴിച്ചോട്ടെ. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് കഴിക്കാറുള്ളത്. ഇത് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇത് പക്ക പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. എനിക്കിത് സക്സസ് ആയി, എൻ്റെ ഹെൽത്തിൽ, എൻ്റെ ബോഡിയിൽ ഇത് എഫക്റ്റ് ആയി, സക്സസ് ആയി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പലരും എന്നോട് ചോദിച്ചപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. കോഫി ടൈം. കോഫി ഞാനൊരു 4-4:30 കുടിക്കാറുള്ളത്. അതിൻ്റെ കൂടെ കുറച്ച് ചിലപ്പോൾ പീനട്ട് കുറച്ച് കഴിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ഫ്രൂട്ട്സ് എന്തെങ്കിലും വിശക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാരിഗോൾഡിൻ്റെ എന്തെങ്കിലും ഒരു 2 ബിസ്ക്കറ്റ് അങ്ങനെ മാരിഗോൾഡിൻ്റെ കഴിക്കും. അങ്ങനെ എന്തെങ്കിലുമാണ് കഴിക്കാറുള്ളത്. പരമാവധി ഇങ്ങനത്തെ എന്തെങ്കിലും, അധികമല്ലാതെ പഞ്ചസാര ഇടാത്ത കാപ്പി, അങ്ങനെയാണ്. ഡിന്നറിന് 2 ഇഡ്ഡലി, സാമ്പാർ, പിന്നെ 1 ആപ്പിൾ. ശരിക്ക് 2 ഇഡ്ഡലി കഴിച്ചാൽ വയറ് നിറയും. സാമ്പാറുണ്ട്, വേണമെങ്കിൽ 1 ഇഡ്ഡലി കഴിച്ചാൽ മതി. ഞാൻ വിചാരിച്ചു ഇന്ന് ആപ്പിൾ കഴിച്ചിട്ടില്ല, പപ്പായ കഴിച്ചിരുന്നു എങ്കിലും, പിന്നെ പീനട്ട് കഴിച്ചിരുന്നു എങ്കിലും ഒന്ന് ആപ്പിൾ കഴിക്കാം എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് 2 ഇഡ്ഡലി ഇത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാനൊരു ½ ആൻ അവർ നടക്കാൻ പോകും. അതെന്താണെന്ന് വെച്ചാൽ എങ്ങനെയായാലും 10,000 സ്റ്റെപ്സ്, അത് ഞാൻ പിന്നെയും ആവർത്തിക്കുന്നു. തുടക്കത്തിൽ 10,000 സ്റ്റെപ്സ് കുറച്ച് ബുദ്ധിമുട്ടാകും, പക്ഷേ ഞാനിപ്പോൾ അത് പ്രാക്ടീസായി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഡിന്നർ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നടന്നു വരും. പിന്നെ അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച്, ഇപ്പോൾ 7 മണിയല്ലേ, എന്തായാലും ഒരു 10 മണി എങ്കിലും കഴിഞ്ഞിട്ട് 10-10:15. ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല, എങ്കിലും ഒരു 10 മണിക്കെങ്കിലും കിടന്നുറങ്ങും, 10-10:30 വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഞാൻ ഒരു ഡോക്ടറല്ല, ഒരു ട്രെയിനറും അല്ല, പക്ഷേ എങ്കിൽ പോലും എൻ്റെ അനുഭവമാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചത്. 10 വർഷമായിട്ട് ഷുഗറിൻ്റെ ഗുളിക കഴിക്കുന്ന ഒരു പേഷ്യൻ്റാണ് ഞാൻ. അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ, ഞാൻ നേരിട്ട കുറച്ച് കാര്യങ്ങൾ അതിലൂടെ പറയട്ടെ. നിങ്ങൾ തീർച്ചയായിട്ടും ഷുഗർ ബോർഡർ ലൈൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും 3 മാസം കൂടുമ്പോൾ HbA1c ചെക്ക് ചെയ്യുക. അതിലാണ് നിങ്ങളുടെ 3 മാസത്തെ ഷുഗറിൻ്റെ വേരിയേഷൻ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഒപ്പം തന്നെ നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഷുഗർ ടെസ്റ്റ് ചെയ്യുക. ഒരു ഗ്ലൂക്കോമീറ്റർ വീട്ടിൽ വയ്ക്കുക, എന്നിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യുക. ഗ്ലൂക്കോമീറ്റർ ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞപ്പോൾ, ഞാനൊക്കെ 6-7 വർഷമായിട്ട് ഒരേ ഗ്ലൂക്കോമീറ്റർ യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്ട്രിപ്പ് മാത്രമേ മാറ്റേണ്ട കാര്യമുള്ളൂ, നീഡിലിടയ്ക്ക് വാങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും 1-2 ദിവസം മസ്റ്റായിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യുക. അത് ആദ്യം തന്നെ ഷുഗർ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ലൊരു ഡയബറ്റോളജിസ്റ്റിനെ കാണിക്കുക. ഇപ്പോൾ എല്ലായിടത്തും ഷുഗറിൻ്റെ ഡീൽ ചെയ്യുന്ന ഡയബറ്റോളജിസ്റ്റ് ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ അതല്ല, നിങ്ങൾക്കിപ്പോൾ ഇതിലൊരിക്കലും ഒരു പ്രൊമോഷനല്ല, പക്ഷേ എങ്കിൽ പോലും ഞാൻ കാണുന്ന ഡയബറ്റോളജിസ്റ്റിൻ്റെ നമ്പർ വേണമെങ്കിൽ നിങ്ങൾ പറയാൻ ഞാനത് തരാൻ തയ്യാറാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു ഡയബറ്റോളജിസ്റ്റോട് തീർച്ചയായിട്ടും നിങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഡോക്ടർ തരുന്ന ആ മരുന്ന് കഴിക്കുക. നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമ്മുടെ ഷുഗർ ഓക്കെ ആകണമെന്നില്ല, അത് കുറച്ച് ദിവസം എടുക്കും. എനിക്കൊക്കെ എന്ന് പറയുന്നത് മരുന്ന് മാറ്റിയാൽ ഒരാഴ്ചയൊക്കെ എടുക്കാറുണ്ട്, അതൊന്ന് ശരീരത്തിൽ ഇതായിട്ട് വരാൻ, സൂട്ടായി വരാൻ. അപ്പോൾ ഈ ശരീരത്തിൽ പിടിച്ചു വരാൻ എന്ന് വേണമെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ, എനിക്ക് ഡോക്ടർ പുതിയ മരുന്ന് തരുമ്പോൾ അത് ശരീരത്തിൽ നോക്കിയായി വരാൻ ഒരാഴ്ച പിടിക്കാറുണ്ട്.
അങ്ങനെ അപ്പോൾ ഡോക്ടർ ആ കാലയളവിൽ നമ്മുടെ ഷുഗറിൻ്റെ വേരിയേഷൻ നോക്കാനായിട്ട് ഡോക്ടർ പറയും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ടെസ്റ്റൊക്കെ ചെയ്ത് ഡോക്ടർക്ക് ചിലപ്പോൾ റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ ഒപ്പം ഇപ്പം ഞാൻ ചെയ്തത് തീർച്ചയായിട്ടും ഈ മരുന്ന് എന്തായാലും നമ്മൾ ഡോക്ടർ പറയുന്നതനുസരിച്ച് കഴിക്കണം. പിന്നെ ഓഫ് കോഴ്സ് ഇതിൽ മരുന്ന് കഴിച്ചാൽ മാത്രം പോരാ, ഡയറ്റ് ഒരു പ്രധാന ഘടകമാണ്. പലരും പറയാറുണ്ട് നമ്മൾ അരിയാഹാരം നിർത്തി, പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ഷുഗർ കൺട്രോളിൽ വരാത്തതെന്ന്. ഒരിക്കലും അരിയാഹാരം മാത്രമല്ല ഇതിൽ ഒരു ഘടകം. അരി പോലെ തന്നെ ഇപ്പോൾ നമ്മൾ രാത്രി അരി കഴിക്കുന്നില്ല, പക്ഷെ ചപ്പാത്തി ഒരു 4-5 എണ്ണം കഴിച്ചാലൊന്നും അതായാലും ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലായാലും ഒരു 2 എണ്ണം, ചപ്പാത്തി ആയാലും ഇഡ്ഡലി ആയാലും ഒക്കെ അത് ഒരു 2 എണ്ണം അങ്ങനെയൊക്കെ നമ്മളൊരു കൺട്രോളിൽ ഭക്ഷണത്തിൽ അത്യാവശ്യം നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിക്കണം. ചിലർ പറയും കാർബോഹൈഡ്രേറ്റ്സ് പൂർണ്ണമായി ഒഴിവാക്കിയെന്ന്. കാർബോഹൈഡ്രേറ്റ്സ് പൂർണ്ണമായി ഒഴിവാക്കാൻ ഒരു ഡോക്ടേഴ്സും പറയുന്നില്ല, എന്നോടും പറഞ്ഞിട്ടില്ല. നമുക്ക് എനർജി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും കാർബോഹൈഡ്രേറ്റ്സും വേണ്ടി വരും. അപ്പോൾ അതിൽ നമ്മൾ അങ്ങനത്തെ ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കേണ്ടി വരും, പക്ഷെ എല്ലാത്തിലും നിയന്ത്രണം കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ബാക്കി പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കൂട്ടേണ്ടി വരും. മസ്റ്റായിട്ട് നമ്മൾ 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ നോക്കുക. ഒരുപക്ഷെ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിലപ്പോൾ 7 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമ്മളത് ഇത് ചെയ്തിട്ട് ഉച്ചയ്ക്കോ എപ്പോഴെങ്കിലും 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ നോക്കുക. ഉറക്കം വളരെ ഒരു പ്രധാന ഘടകമാണ്. ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് ബാക്കി പലതും ചെയ്യാൻ നമുക്ക് പറ്റില്ല. പിന്നെ എക്സസൈസ് ആണെങ്കിലും നമ്മൾ 10,000 സ്റ്റെപ്പ് ഒറ്റയടിക്ക് പറ്റില്ല, പക്ഷെ പതിയെ അതിനെ കൊണ്ടുവന്നിട്ട് 10,000 സ്റ്റെപ്പ് എന്തായാലും നമ്മൾ നടക്കാൻ നോക്കുക. ഇനി നമുക്ക് പിന്നെ എക്സസൈസ് ആയാലും ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഡോക്ടറെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഭക്ഷണകാര്യങ്ങളായാലും എല്ലാം ഡോക്ടറോടാണ് ചോദിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴും എൻ്റെ റൂമിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ് എനിത്തിങ് ഈസ് പോസിബിൾ. നമ്മൾ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകും. പലർക്കും എല്ലാവർക്കും ഇപ്പോൾ ഇന്ന് ചിരിച്ചു കാണുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല നാളെ നമുക്കിപ്പോൾ പലരും പല സാഹചര്യത്തിൽ കൂടെയും കടന്നു പോകും. പക്ഷെ നമുക്കത് കഴിയും എന്ന് നമ്മൾ വിചാരിച്ച് മുന്നോട്ട് പോയാൽ, ദൃഢനിശ്ചയത്തോടു കൂടി പോയാൽ നമുക്ക് എന്തും പറ്റും. അതിപ്പോൾ ഈ ഷുഗർ, കൊളസ്ട്രോള് എല്ലാം ഫാറ്റി ലിവർ കൺട്രോൾ കൊണ്ടുവരാനായാലും നമുക്കിത് പറ്റും. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടോ പറ്റില്ലായിരിക്കും. അപ്പോൾ എനിക്ക് 3 മാസം കൊണ്ട് പറ്റി, പക്ഷെ നിങ്ങൾക്ക് നാളെ ചിലപ്പോൾ പറ്റില്ലായിരിക്കും, നിങ്ങൾക്കത് 6 മാസമായിരിക്കും. പക്ഷെ എന്നാലും നിങ്ങൾ തുടർന്നുകൊണ്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. എന്താണെന്ന് വെച്ചാൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. ഷുഗർ 300-350 മേലെ പോയിരുന്ന ഞാനാണ് 70ലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് വിചാരിച്ചാൽ എന്തും പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. ഒപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു വീഡിയോകളുമായിട്ട് അമ്പിളിക്കാഴ്ചകളിലും വരാം, അമ്പിളിക്കഥകളിലും വരാം.